നമസ്കാരം. ഇന്ന് നമ്മൾ അക്ഷയ പാത്രത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 1 പോട്ട് ചിക്കൻ റോസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് എന്തൊരു ചിക്കൻ കൂട്ടാൻ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുമ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ഇതുമാതിരി ഒരു 1 പോട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ അധികം വഴറ്റ് അല്ലെങ്കിൽ അരയ്ക്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ ഈസിയാണ്. വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അതിഗംഭീരമായിരിക്കും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, 2 മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, പച്ചമുളക്, പിന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തതാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇത്ര മാത്രം സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നത് അത് തന്നെ ഡയറക്റ്റായി എടുക്കുക. അതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുക. പിന്നെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, പിന്നെ നമ്മളിവിടെ 1 സ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ഞാൻ ഏകദേശം കൂടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എരിവ് കുറച്ച് തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്കിതിലേക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം ഇതിൽ നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒന്നും ഇവിടെ സോട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഏകദേശം ഒരു 10 to 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മാത്രം നമ്മളിത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒന്നും പ്രത്യേകിച്ചില്ല. ഇത് ഡയറക്റ്റായി നമ്മൾ അടുപ്പിലേക്ക് വെക്കണോ അതേപോലെ ക്ലോസ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, നന്നായിട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് വെച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയി. കണ്ടില്ലേ, ചിക്കൻ നല്ല പോലെ വെള്ളമൊക്കെ വന്നിട്ട് അത് നന്നായി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് പിന്നെ അടച്ച് വെച്ച് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആവാറായി. കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ചിക്കൻ നല്ല മുക്ക വേവായിട്ടുണ്ട്. വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് അങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി മസാലയൊക്കെ നല്ലപോലെ അതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിത് പിന്നെ ഒന്നും കൂടെ അടച്ചു വെച്ച് തന്നെ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പമല്ല. നമുക്ക് ജസ്റ്റ് ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നുമേ പണിയില്ല നമുക്ക് ഈ ചിക്കൻ കൂട്ടാൻ ഉണ്ടാക്കാൻ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് സൈഡിൽ ചപ്പാത്തിയോ ചോറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ റെഡിയാവും. ഇതിപ്പോൾ ഏകദേശം ചിക്കൻ നല്ലപോലെ വെന്ത് ഒരു 3/4 വേവായി. ഇപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായി വെറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഗ്രേവി ആയിട്ട് അത് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 1.5 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് പോലെ ഉണ്ടാക്കണം, ഗ്രേവി അല്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പ് ഒരു തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാൻ പോവാണ്. ചിക്കനത്തെ വെള്ളമൊക്കെ നല്ലോണം വെറ്റി കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് മസാലയൊക്കെ ഒന്നും കൂടെ നല്ലപോലെ ചിക്കനിൽ പിടിച്ച് നമുക്ക് നന്നായിട്ട് റോസ്റ്റായി കിട്ടും. ഇനി നമുക്കിതൊന്നും കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റിനെ ആയിട്ടുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്യാൻ പോണത്. ഞാനിവിടെ ഏകദേശം അതിൻ്റെ പകുതി ആഡ് ചെയ്തു. ബാക്കി വന്നിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് ഈ സമയം ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് നമ്മുടെ ചിക്കൻ കറിക്ക്. അതേപോലെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ കൂട്ടാൻ്റെ ഫ്ലേവറൊക്കെ നല്ല എൻഹാൻസ് ആയിട്ട് വരും. ഇതൊക്കെ ചെറിയ പൊടിക്കൈകളാണ്.
ഇതിൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ജസ്റ്റ് സ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോണത്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കി അതിനനുസരിച്ച് മാതിരി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ എരിവ് ഇഷ്ടമുള്ളവർ 4 പച്ചമുളക് ആഡ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ശേഷം ജസ്റ്റ് നമ്മളൊരു 1 മിനിറ്റും കൂടി ലിഡ് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഇഞ്ചിയുടെയും പച്ചമുളകുടെയും ഫ്ലേവർ നല്ലപോലെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങും. ജസ്റ്റ് ഒരു 1 മിനിറ്റ് വെച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. എന്താ ഇപ്പോൾ എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി നമ്മുടെ ചിക്കൻ റോസ്റ്റ്, അതായത് 1 പോട്ട് ചിക്കൻ റോസ്റ്റ്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇത്രയും മാത്രം ആയാൽ മതി. നമുക്കിനി ഇന്ന് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഈസ് റെഡി ടു സെർവ്. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമ്മളൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തു. അതും ഒരു 1 പോട്ട് ചിക്കൻ റോസ്റ്റ്. നമ്മൾ അധികം വഴറ്റിയിട്ടില്ല, ഒന്നും അരച്ചിട്ടില്ല, എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അക്ഷയപാത്രം ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നിങ്ങളെ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.